റിപ്പോർട്ടിന്റെ മറ്റൊരു ബ്രേക്കിംഗ് വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. പാലക്കാട് ഇരട്ട വോട്ടും എന്ന വാർത്തകളാണ് വരുന്നത്. ഒരു ബൂത്തിൽ തന്നെ നിരവധി പേർക്ക് 2 വോട്ടുകൾ ഉണ്ടെന്ന് റിപ്പോർട്ടറിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. പേരും ഫോട്ടോയും മേൽവിലാസവും എല്ലാം ഒരേപോലെയാണ്. എന്നാൽ ID കാർഡ് നമ്പറിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. റിപ്പോർട്ടറിന്റെ പ്രാഥമിക പരിശോധനയിൽ 113-ാം ബൂത്തിൽ മാത്രം 5 പേർക്ക് ഇരട്ട വോട്ടുണ്ടെന്ന് കണ്ടെത്തി. സാനിയോ മനോമിയുണ്ട്. സാനിയോ, ഇപ്പോൾ വ്യാജ വോട്ടിന് പുറമെ ഇരട്ട വോട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. സാനിയോ നടത്തിയ പരിശോധനയിൽ ഒരു ബൂത്തിൽ മാത്രം 5 പേർക്ക് ഇരട്ട വോട്ട് എന്നതാണ്. അപ്പോൾ ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നത് ഏറെ നിർണായകമാണ്. അതെ വിനിത, അതായത് വെറും 1 മണിക്കൂർ കൊണ്ട് മാത്രം ഒരു 1500ഓളം വോട്ടർമാരുള്ള ഒരു പട്ടിക പരിശോധിച്ചതിന്റെ ഫലമായാണ് നമുക്ക് അതിൽ നിന്ന് 5 വോട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. അതായത് 180 ബൂത്തുകളാണ് പാലക്കാട് മണ്ഡലത്തിൽ ആകെയുള്ളത്. ആ 180 ബൂത്തുകളിൽ സാമ്പിളായി നമ്മൾ ഒരു ബൂത്ത് എടുക്കുന്നു. അതിൽ വെറും 1 മണിക്കൂർ മാത്രം അതിന്റെ മുകളിൽ ഇരിക്കുന്നു. അങ്ങനെ കിട്ടുന്ന വോട്ട് എന്ന് പറയുമ്പോൾ ഇത് ആഴത്തിൽ പഠിച്ചാൽ, അല്ലെങ്കിൽ 180 ബൂത്തുകളിലെയും പഠിച്ചാൽ എത്രമാത്രം വോട്ടുകൾ ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടാകും എന്നുള്ള കണക്ക് വലുതായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കുന്നത്. അതായത് ഇതിൽ ഫോട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്, ചില ഫോട്ടോ എൻലാർജ് ചെയ്ത്, ചില ഫോട്ടോ സൂം ഇൻ ചെയ്തും സൂം ഔട്ട് ചെയ്തും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഫോട്ടോയ്ക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ പേര്, വീട്ടുപേര്, അച്ഛന്റെയോ ഭർത്താവിന്റെയോ പേര്, അത്തരം കാര്യങ്ങളൊക്കെ ഒരേപോലെയാണ്. ചിലതിൽ വീട്ടുപേര് 0 എന്നൊക്കെ ഉണ്ടെങ്കിൽ, 0 എന്നൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഒരേപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ID കാർഡ് നമ്പർ രണ്ടും 2 ആയിട്ടാണ് കാണുന്നത്. അതായത് 2 ID കാർഡ് നമ്പർ ഉണ്ട് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത്. അങ്ങനെയെങ്കിൽ ഒന്ന് വ്യാജമായി എടുത്ത ID കാർഡ് ആയിരിക്കും. അത് നിഷ്കളങ്കമല്ല എന്നാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അഭിപ്രായം. അങ്ങനെയെങ്കിൽ ആ കാര്യത്തിലടക്കം പരിശോധന ഉണ്ടാവേണ്ടതുണ്ട്. അത് പരിശോധിക്കാൻ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ ലഭ്യവുമാണ്. പക്ഷേ അത് പരാതിയായി വരണം. അതിനുശേഷം ഇപ്പൊ നാളെ BLOമാരുടെ യോഗം വിളിച്ചിട്ടുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് നാളെ ആയിരിക്കും ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെയും ജില്ലാ കളക്ടറും BLOമാരും തെരഞ്ഞെടുപ്പ് പോളിംഗ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടിച്ചേർന്ന് ആലോചിക്കുക. നാളെ ആയിരിക്കും എന്ന് കരുതുന്നു. ഇതിലൊരു നടപടി വരണമെന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആവശ്യപ്പെടുന്നത്. ഇരട്ട വോട്ട് നേരത്തെയൊക്കെ കോഴിക്കോട് മണ്ഡലങ്ങളിലും ബേപ്പൂർ അവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കുകയും മറ്റും ചെയ്തിരുന്നു. കലക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. നാളെയോടുകൂടി മാത്രമേ ഈ വിഷയത്തിൽ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും അതുപോലെ ജില്ലാ കളക്ടറുടെയും ഒരു നടപടി എന്നുള്ള കാര്യത്തിലേക്ക് എത്തുകയുള്ളൂ. ഏതായാലും നാളെയോടുകൂടി നമുക്ക് കൂടുതൽ ഇത്തരത്തിൽ ഫേക്ക് വോട്ടുകളുടെ, വ്യാജ വോട്ടുകളുടെ കൂടുതൽ വാർത്തകൾ വരുന്നുമുണ്ട്. അതായത് സ്ത്രീയുടെ പേരിന് പകരം പുരുഷന്റെ ഫോട്ടോ, സ്ത്രീയുടെ പേരും പുരുഷന്റെ ഫോട്ടോയും, അങ്ങനെ പലതരത്തിലുള്ള മാൽ പ്രാക്ടീസ് ആണ് നടന്നിരിക്കുന്നത് എന്നാണ് ആരോപണം. അതിന്റെയൊക്കെ വിവരങ്ങൾ നമുക്ക് നാളെ കൊണ്ട് കൂടുതലായി മനോമി അന്വേഷണം തുടരുക. ഏതായാലും ഇപ്പോൾ BLOമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അടിയന്തര യോഗമാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചിരിക്കുന്നത്. അക്കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.